എന്താ മാഡം പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഇത് കൊട്ടേഷൻ കഠാര കമാലല്ലേ? എന്തായിരിക്കും അവർ സംസാരിക്കുക? എന്റെ ഭർത്താവിനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ 2.5 വയസ്സുകാരി അഭിരാമിയെ ഞാൻ ഏൽപ്പിച്ചത് ഒരു ടാക്സി ഡ്രൈവർ അച്യുതന്റെ കയ്യില. എനിക്ക് ആദ്യം അറിയേണ്ടത് ഞാൻ അച്യുതനെ ഏൽപ്പിച്ച ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്നാ. വളരെ വ്യക്തമായിട്ട് പറയാം, യഥാർത്ഥത്തിൽ അവളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തതാ മൂന്നാറിൽ നിന്ന്. നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലേ? നിന്റെ അച്ഛൻ ഞങ്ങളെ തെരുവിലിറക്കില്ലേ? ഇളയമോ അതിനു പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? രാത്രിയിൽ മൂന്നാറിൽ നിന്ന് കണ്ണൂരിനുള്ള യാത്രയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവൾ മയങ്ങി. കണ്ണൂരിൽ നിങ്ങളെന്തിന്? എന്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവിടെയായിരുന്നു. അത് പൂട്ടി സീല് വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. കമ്പനിയും വീടും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു വാടക വീട്ടിലായിരുന്നു അപ്പം ഞാൻ താമസിച്ചിരുന്നത്. നേരം വെളുത്തപ്പോ അഭിരാമിയെയും കൊണ്ട് ഞാൻ ആ വീട്ടിലെത്തി. ഇവിടെ എങ്ങനെ കിടന്നു? ഇന്നേ കഴിക്കാനൊന്നുമില്ല. ഇനി അച്യുതനെ കുറിച്ച് പറയാം. അയാൾക്ക് സ്വന്തമായിട്ടൊരു ടാക്സി കാർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയിലെ സ്ഥിരം ഓട്ടം അയാൾക്കായിരുന്നു. അയാൾക്കതൊരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ കമ്പനി പൂട്ടിയതോടെ അയാൾക്ക് വരുമാനം ഇല്ലാതായി. പിറ്റേന്ന് അച്യുതൻ വീട്ടിലേക്ക് വന്നു. ഇരിക്കൂടെ, ഇരിക്ക്. കഴിക്കാൻ. ഓ, നീ നിന്റെ അമ്മയെ കണ്ടാലേ കഴിക്കുള്ളൂ. അവരെ ചത്തുപോയി. വേണമെങ്കിൽ കഴിക്ക്. കഴിക്കാൻ വേണമെങ്കിൽ കഴിക്കൂ.
നമസ്കാരം. എന്താ അച്യുത? വെറുതെ ഒന്ന് കാണാമെന്ന് കരുതി. ഇന്നെന്താ ഓട്ടൊന്നും കിട്ടിയില്ലേ? ഓട്ടോ ഒന്നും വരാറില്ല. മാഡത്തിന്റെ കമ്പനിയുടെ ഓട്ടമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. കമ്പനി അടുത്തെങ്ങാനും തുറക്കുമോ? പറയാൻ പറ്റില്ല. ഗവൺമെന്റ് സീൽ ചെയ്തിരിക്കല്ലേ. എന്നാ തുറക്കാൻ പറ്റാന്നൊന്നും അറിയില്ല. എന്റെ ഭർത്താവും പോയില്ലേ. സാഗർ സാർ മരിച്ചത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു ദിവസം തെളിയും. ആൾക്കാര് പലതും വിളിച്ചു പറയുന്നുണ്ട്. അവർക്ക് എന്താ പറയാൻ വയ്യാത്തെ? എന്റെ ഭർത്താവല്ലേ പോയത്. അച്യുതൻ വന്ന കാര്യം പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടാ. ഇവിടുന്ന് തന്നിരുന്ന ഓട്ടത്തിന്റെ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറും പഴയതായി. പുതിയതെടുത്ത ടൂറിസ്റ്റ് പെർമിറ്റിൽ ഓടാമായിരുന്നു. മേഡത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ കഴിയുമോ? എന്റെ വരുമാനമൊക്കെ നിലച്ചു. സാഗറിന്റെ വീട്ടിൽ ചെന്ന് കയറാൻ കഴിയൂല്ല. അവിടുന്ന് കിട്ടിയ എല്ലാ ഓഹരിയും കമ്പനിക്ക് വേണ്ടി മുടക്കിയിരുന്നു. എവിടെയാ സാഗർ സാറിന്റെ സ്ഥലം? തെക്കൻ തിരുവിതാംകൂറില. എനിക്ക് ആരെ അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാം. വലിയ ഉപകാരം. അച്യുതന്റെ ദാരിദ്ര്യം ചൂഷണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അഭിരാമിയെ ഇല്ലാതാക്കുന്ന കാര്യം അയാളോട് പറഞ്ഞു. പക്ഷേ അയാൾ വഴങ്ങിയില്ല. പുതിയ കാർ എടുക്കാൻ പണം കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ പ്രലോഭിപ്പിച്ചു. അരമനസ്സോടെ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. മാഡം പറഞ്ഞ കുട്ടി എവിടെ? നീ ഏറ്റോ. അവൾ മരിക്കണം. കമ്പനി അടച്ചുപൂട്ടാനും സാഗർ മരണപ്പെടാനും കാരണം അവളുടെ അച്ഛനാ. അതിന്റെ പ്രതികാരോ? അതിന്റെ പ്രതികാരം ഒരു കൊച്ചുകുട്ടിയോട് കാണിക്കാൻ പാടുണ്ടോ? നീ ഇന്ന് പണത്തിനായി എന്റെ മുമ്പില് കൈ നീട്ടി നിൽക്കുന്നില്ലേ? അതിന് പ്രതികാരം ചെയ്യണം. നീ എന്റെ കൂടെ നിൽക്കണം. 15 ലക്ഷം രൂപ നിന്റെ ബാങ്കിലെത്തും. മോളെ, ഇവളെ എവിടെയെങ്കിലും മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് തള്ളി താഴെയിട്. ഇവള് മരിച്ചു എന്നതിന്റെ തെളിവ് വേണം. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവാം മാഡം. കൊണ്ടുപോ. മോള് വേണ്ട. കുഞ്ഞിനെ കൊന്നു എന്നതിന്റെ തെളിവ്?
അപ്പോ ഇനി എന്റെ ആവശ്യം? ആ അച്യുതനെ കഴിഞ്ഞ ദിവസം ഈ പരിസരത്ത് ഞാൻ കണ്ടു. അയാളോട് ഇന്നിവിടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുമോന്നറിയില്ല. അയാൾ ഇന്നാട്ടിൽ എവിടെയോ ഉണ്ട്. എന്നെ കണ്ടപ്പോ അയാൾ ഭയന്ന് മാറി. കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്ത വിവരം സാഗറിന്റെ വീട്ടിലെങ്ങാനും എത്തിയാൽ എന്റെ എല്ലാ പ്ലാനും തകരും. അച്യുതന് സാഗറിന്റെ വീട്ടിൽ ആരെയും പണ്ടറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയാൻ സാധ്യത കുറവാണ്. അതയാൾ അറിഞ്ഞ അഭിരാമിയെ ഞാൻ കൊല്ലാൻ കൊടുത്ത കഥകള് അയാൾ പറയും. അയാളെ നിങ്ങൾ കണ്ടെത്തണം. അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയണം. എന്റെ മോളുടെ വിവാഹം നടത്താൻ പൂർവ്വകാല സംഭവങ്ങളുടെ ഒരു ചീള് പോലും കാണാൻ പാടില്ല. ഞാൻ അന്വേഷിക്കാം. ഓക്കെ. അയ്യോ, അവളുടെ കാര്യം പറയുമ്പോ തന്നെ എനിക്ക് ചിരിയാ. എന്താ പറയണ്ടെന്നറിയില്ല. എന്ത് വേണമെങ്കിലും പറയാലോ. എന്താ മാധവ മുഖത്തൊരു നവരസം? ഒന്നുമില്ല അമ്മേ. സംഗീതേ, അഞ്ജനയോട് നീ ഇങ്ങോട്ട് എത്താൻ പറഞ്ഞോ? പറയാൻ വേണ്ടി ഞാൻ ഭവാനിയോട് പറഞ്ഞിട്ടുണ്ട്. ആ, ഭവാനി എന്താ വേലക്കാരിയോ? നിനക്കെന്താ ഒന്ന് വിളിച്ചാലേ? നിന്റെ സഹോദരന്റെ മകള് മാത്രമല്ല അഞ്ജന, നിന്റെ മരുമകളാകാൻ പോകുന്നവളാ അഞ്ജന. ആ, ഞാൻ പറയാമേ. അല്ല, സത്യനെ കണ്ടില്ലല്ലോ ഇതുവരെ. ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജനയുടെയും അജയ്യുടെയും പരസ്പര സമ്മതത്തോടെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ മാധവ? അതെ അമ്മേ. ആ, നിനക്കതിനൊക്കെ സമയമില്ലല്ലോ. ഫയല് പഠിക്കണം, കമ്പനിയിൽ പോണം. ഓ, എന്നാലോ 24 മണിക്കൂർ നീ ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ടാകും താനും. ആ, അമ്മേ, അജയ് വിവാഹം ചെയ്ത് കഴിഞ്ഞേ ഈ പോലീസ് പണി ഉപേക്ഷിക്കട്ടെ. എന്ത് റിസ്കി ജോബാ ഇത്. അവൻ വേണമെങ്കിൽ കമ്പനിയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആവട്ടെ. അത് ശരി. അപ്പൊ നിനക്കിവിടെ സ്ഥിരം പോസ്റ്റ് ആകാം അല്ലേ? ആ. എന്താ ഏട്ടാ ഇങ്ങനെ? ഏറ്റില്ല. അളിയൻ പഴയ സിനിമയിലെ പോലെ മാനസമൈനെ വരൂ ഒക്കെ പാടി നടക്കുകയാണോ? ഞാൻ മാനസമൈനെ പാടുന്നതില് അളിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അത് മാധവേട്ടനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. എന്തായാലും ഈ കേൾക്കുന്നതെന്ന് എനിക്ക് പ്രശ്നമല്ല സംഗീത. അമ്മേ, ഞാൻ വിവാഹകാര്യം അജയോട് സംസാരിച്ചു. എന്നിട്ട് പക്ഷെ പെട്ടെന്ന് അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്പം സാവകാശം കൊടുക്കണം. സാവകാശം ആർക്കാ വേണ്ടത്? അജയ്ക്ക് തന്നെയാണോ?
അതോ ഉപദേശിക്കോ? എന്റെ മകളെ വിവാഹം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സാവകാശമാണോ വേണ്ടത്? അതിന്റെ കാര്യമാണോ സംസാരിച്ചത്? ദേ ഭവാനി, നിനക്കൊരവസരം കിട്ടുമ്പോ ഇവനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന്റെ കാര്യം എന്തുവാ? ഞാൻ അനുഭവിക്കുന്നതിന്റെ 1% പോലും ഇല്ലല്ലോ. ദേ ആ വിഷയം ഇപ്പൊ എടുക്കണ്ട. നീ അഞ്ജനയോട് വരാൻ പറഞ്ഞോ? പറഞ്ഞു. വേഗം എത്താന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ എന്നാ ഞാൻ കാപ്പിട്ടുകൊണ്ട് വരാം. Gotta take it to the bar. You gotta take it to the bar. മാധവ, റബ്ബർ തോട്ടം ടയർ ഫാക്ടറി ഒക്കെ എങ്ങനെ പോകുന്നു? വലിയ പരിക്കില്ലാതെ പോകുന്നമ്മേ. എന്ന് വെച്ചാ ചെറിയ പരിക്കുണ്ട്. നീ ഉണ്ടാക്കി വെച്ച പരിക്ക്. അമ്മേ, മാധവേട്ടൻ പറഞ്ഞതേ റബ്ബറിന്റെ വിലയിടിവ് പ്രോഫിറ്റിനെ ബാധിക്കുന്നു എന്നാ. എന്തിനു സപ്പോർട്ട് ചെയ്യാൻ നീ കൂടെ ഉണ്ടല്ലോ. അമ്മേ, അളിയൻ ആക്റ്റീവ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാധവൻ ആക്റ്റീവ് ആകണ്ട. എപ്പോ നോക്കിയാലും ഒരു തണുപ്പം പ്രതികരണം. അല്ല മാധവ, കോഫിക്ക് ചൂട് കുറവാണോ? ഇല്ലമ്മേ. എന്നാ പിന്നെ ഒന്ന് ഉഷാറായിരിക്കടാ. ഞാനിതൊക്കെ അന്വേഷിക്കുന്നത് എന്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയാണെന്നൊന്നും ആരും കരുതണ്ട. ദാസേട്ടൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ. ആ, അച്ഛനൊരു കണ്ടീഷൻ എഴുതി വെച്ചിരുന്നു അമ്മേ. സ്വത്തുക്കളെല്ലാം ഏത് സമയവും അമ്മയ്ക്ക് തിരിച്ചെടുക്കാന്ന്. അത് നിന്റെ അച്ഛൻ ബുദ്ധിപൂർവ്വം ചെയ്തതാ, എന്നെ നന്നായിട്ട് നോക്കാൻ. സത്യ, മൂന്നാറിലെ നിന്റെ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ എങ്ങനെ പോകുന്നു? നീ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ മോനെ? ആ, അവിടെ മാനേജറുണ്ട്. ഓ, ഈ മാനേജർമാരെ ഒന്നും അങ്ങനെ വിശ്വസിക്കണ്ട. ലോകം അങ്ങനെയാ, നമ്മൾ ശ്രദ്ധിക്കണം. അമ്മയ്ക്കറിയാലോ, സുമിത്ര എല്ലാ 3 മാസത്തിലൊരിക്കലും അവിടെ പോയി താമസിക്കുമായിരുന്നു. എല്ലാം അന്വേഷിക്കുമായിരുന്നു. അവസാനം പോയത് 22 വർഷം മുമ്പ് അഭിരാമിയും കൊണ്ടാ. അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. കൊണ്ടുപോയ ഡ്രൈവർ എവിടെയാണെന്നറിയില്ല. ആ ഇടത്തേക്ക് പോവാൻ എനിക്ക് ധൈര്യമില്ല.
You gotta take it to the bar. You gotta take it to the bar. നമ്മുടെ പഴയ നാട്ടിലേക്ക് പോയാലോ? എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്ന പോലെ മനസ്സിന് ശക്തി കുറയുന്നു. ഈ മോള് കൂടെയില്ലേ? പിന്നെന്താ? ഒരിക്കലും എനിക്ക് ക്രഷ് തോന്നിയിട്ടില്ല. എങ്കിലും ഇനി ആയിക്കോ. ഐ ലവ് യു അജയ്. അവള് ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? അവള് ജീവിച്ചിരിപ്പില്ല. അമ്മയ്ക്ക് ഉറപ്പുണ്ടോ?